അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് മനോജ് ജോസഫ്. ഇത് എൻ്റെ ജീവിത പങ്കാളി സുമ. ഞങ്ങൾ മാനന്തവാടി രൂപതയിൽപ്പെട്ട കണ്ണൂർ ജില്ലയിലുള്ള കേളകം സാൻ ജോർജ് ഇടവകാംഗങ്ങളാണ്. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, അമ്മ വഴി ഞങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ നന്ദി പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 30 ഇതേ അൾത്താരയിൽ ഞങ്ങൾ നിന്നിരുന്നു. അന്ന് എൻ്റെ പങ്കാളി തന്നെയായിരുന്നു സാക്ഷ്യം പറഞ്ഞ്. അന്ന് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ 30 വർഷമായിട്ട് ഞാനും വെച്ച നിയോഗം തന്നെയായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. ആദ്യം പിന്നെ ജനുവരി 20 2023 എൻ്റെ പങ്കാളി ഉടമ്പടി എടുത്തിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതേ നിയോഗങ്ങളിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്. അതിൽ എൻ്റെ പങ്കാളിക്ക് 30 വർഷമായിട്ട് അപസ്മാരം എന്ന രോഗം ഉണ്ടായിരുന്നു. അത് സൗഖ്യമാക്കി കിട്ടിയിരുന്നു. ഇപ്പം 10 മാസത്തോളമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ 8-9 പ്രാവശ്യമൊക്കെ ഫിക്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം ഒരു 3 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ ചോദിച്ചാൽ ഭയങ്കര തലവേദനയായിരിക്കും. പിന്നെ തല പൊട്ടിപ്പൊളന്ന് പോകുന്ന തലവേദന ആയി കഴിഞ്ഞാൽ നമ്മൾ ആസ്പത്രി കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കണം. അതുകൂടാതെ എന്നാ ചോദിച്ചാൽ സെഡക്ഷനൊക്കെ ഇട്ടിട്ട് ഒന്ന് തലവേദനയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. അന്ന് ഇപ്പം നമുക്ക് പണിക്കൊന്നും പോകലൊന്നും നടക്കുകയില്ല. ഞങ്ങൾക്കൊരു മോളാണുള്ളത്. അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പം ഞാൻ നിലവിൽ എൻ്റെ ജോലി എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു ടിപ്പറിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കൂടെ ഞങ്ങൾ 2-3 പേരും വേറെ വാടകയ്ക്ക് താമസിക്കണം. അപ്പോൾ കൂടെ വന്ന് നിൽക്കാനൊന്നും ആരുമില്ല. അപ്പോൾ അവൾക്ക് ആ അസുഖം വരുന്ന സമയത്ത് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ആ രോഗം സൗഖ്യം അമ്മ വഴി, അമ്മയുടെ ഉടമ്പടി, നമുക്ക് ഇവിടുന്ന് ഉടമ്പടി വഴി ഞങ്ങൾക്ക് കിട്ടുന്ന തൈലവും തേനും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു നിയോഗമുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ ഒരു തോടുണ്ട്. ഞങ്ങളൊരു 10-34 വർഷമായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കുന്നതാണ്. കുറേ കാലമായിട്ട് വഴിയൊന്നുമില്ലായിരുന്നു. വഴിയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ തോട് കിടക്കണമെങ്കിൽ ഒരു പാലം വേണം. അപ്പോൾ ഈ പാലത്തിന് വേണ്ടി നിലവിലുള്ള രീതിയിൽ നമ്മളെ കൊണ്ടൊന്നും പണിയാൻ പറ്റില്ല. ഏകദേശം 40 ലക്ഷം രൂപയോളം വേണം. അപ്പോൾ സർക്കാർ കാലത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടിയില്ല. അപ്പം ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നതാണ്. അപ്പം ഞാൻ ആ പാലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അപ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടി എടുത്ത് ഇവിടെ പുതുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഫണ്ട് പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടുന്ന് ഗവൺമെൻറ് തലത്തിൽ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ആ പാലത്തിൻ്റെ ഫണ്ട് 30 ലക്ഷം രൂപയോളം പാസ്സാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞങ്ങളുടെ പഞ്ചായത്തിലൊരു ചെറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു തടസ്സങ്ങളുള്ളതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമതായിട്ടുള്ള ഞങ്ങളുടെ നിയോഗം ഞാൻ ചോദിച്ചാൽ ഞങ്ങളുടെ മോള് ഇപ്പോൾ നേഴ്സിംഗ് പഠനമെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അവളുടെ കണ്ണിനൊരു ചെറിയ കാഴ്ചയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ പ്രായത്തിലേ മുതലുണ്ടായിരുന്നു. കണ്ണൊരു ചെറിയൊരു കോങ്കണ്ണ് പോലെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി കാണിച്ചിരുന്നു. അപ്പോൾ അവർ സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കണ്ണട വെക്കാൻ പറഞ്ഞു. അപ്പോൾ വായിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കണ്ണട വെക്കാൻ കണ്ണിൻ്റെ പവറെല്ലാം കൂട്ടി ഇങ്ങനെ വായിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഈ മോളുടെ ഈ കണ്ണിൻ്റെ കാഴ്ചയെ സൗഖ്യം കിട്ടാൻ വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അവൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല, പ്രായമായില്ല. മാത്രമല്ല അവൾ കർണാടകത്തിൽ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലം എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലം എൻ്റെ 2 കണ്ണിലും കുരിശ് വരച്ചുകൊണ്ട് ഞാൻ അവളെ സമർപ്പിച്ച് അവളുടെ ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം 4ാമത്തെ പ്രാവശ്യം ആയപ്പോൾ എൻ്റെ ഉടമ്പടി 4ാമത്തെ, ഇപ്പം ഞാനിപ്പോൾ 6ാമത്തെ ഉടമ്പടിയിലാണുള്ളത്. 4ാമത്തെ ഉടമ്പടിയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാം. അതിന് മുമ്പൊക്കെ കണ്ണട ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവിടെ കണ്ണടയില്ല. അപ്പം ഞാനതിനെക്കുറിച്ചൊന്നും പറയാനും നിന്നൊന്നുമില്ല. 5ാമതൊക്കെ ആയപ്പോഴത്തേക്കും കണ്ണടയില്ലാതെയൊക്കെ വായിക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് 5ാമത്തെ ഉടമ്പടിയൊക്കെ നിന്ന സമയത്ത് ഞാൻ ഇവളോട് ചോദിച്ചു, ഇപ്പോൾ കണ്ണടയില്ലാതെയൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അവൾ വായിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. അപ്പം ആ കാര്യവും എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾക്ക് ചെയ്തതിന് അമ്മയോട് ഞങ്ങൾ കൊടാനോട് നന്ദി പറയുന്നു. 4ാമതായിട്ടുള്ളൊരു നിയോഗമുള്ള ഞാൻ ചോദിച്ചാൽ ഇത് പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ഒരു കിണറുണ്ട്. ആകെ 3 കോല് താഴ്ചയേ ഉള്ളൂ. ഒരു പുഴയുടെ കരയിലാണ് ഞങ്ങളുടെ വീട്. അപ്പം ഈ വെള്ളമില്ല വേനലായി കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിണറിനൊരു ചെറിയൊരു ആഴമെല്ലാം കൂട്ടിയിട്ട്, സാധാരണ ഈ വയനാട് ജില്ലയിലൊക്കെ പോലെ ഈ റിങ് ഇറക്കിയിട്ട് ഞാൻ ഈ ആഴം കൂട്ടിയായിരുന്നു 1 കോലോളം. അപ്പോൾ ഈ റിങ് ഇറക്കി കഴിഞ്ഞോടെ ഈ വെള്ളം അങ്ങ് കലങ്ങാൻ തുടങ്ങി. പിന്നെ എന്ത് കാണിച്ചാൽ ഈ വെള്ളം തെളിയുന്നില്ല. അപ്പോൾ എന്നാ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടിയിലല്ല. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കലക്കമുള്ളായിരുന്നു. അപ്പോൾ ഈ റിങ് ഇടയ്ക്ക് കൊടുത്ത് മാത്രം കലക്കലും റിങ്ങിൻ്റെ മേലെ വരുന്ന വെള്ളം തെളിഞ്ഞുവാ. അപ്പോൾ ഈ മോട്ടർ എടുക്കുമ്പോൾ ഈ കലക്കവെള്ളം മാത്രം വന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ അധികം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, അച്ഛൻ പറഞ്ഞൊക്കെ ക്ലാസ് എടുക്കുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പെല്ലാം ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ തെളിഞ്ഞില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു 5-6 മാസം മുമ്പ് ചെന്ന് നോക്കുമ്പോഴാണ് ഈ വെള്ളം തെളിഞ്ഞ് കിടക്കുന്നതാണെന്ന്. അപ്പോൾ ആ ഒരു നിയോഗം സാധിച്ചു കിട്ടി. പിന്നെ ഉള്ളത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വർഷങ്ങളായിട്ട് എന്നാ ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് തണുപ്പടിച്ചാൽ മതി, നല്ല കഫക്കെട്ടാണ്. പിന്നെ ഉള്ളത് എന്നാ ചോദിച്ചാൽ, എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുളിച്ചത് കിട്ടുന്ന ഒരു അസുഖമുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൊളിച്ച് കിട്ടുന്നൊരു അസുഖമുണ്ട്. അത് ഞാൻ ഈ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഈ ഉടമ്പടി തൈലം പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലെയും വൈകുന്നേരമാണെങ്കിൽ ഞാൻ ഉടമ്പടി തൈലം ഭക്ഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉപ്പും കഴിക്കുമായിരുന്നു. പിന്നെ തേനുണ്ട്, തേൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്, തേൻ ഉപയോഗിക്കുന്നു. കൂടുതലായിട്ട് ഉപ്പും തൈലമാണ്. ഈ 2 വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ആ അസുഖങ്ങൾ മാറി. പരിശുദ്ധ അമ്മ വഴി തമ്പുരാൻ്റെ പ്രത്യേകമായ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും. ഞങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് നിയോഗങ്ങൾ ഇനി നടക്കാനുമുണ്ട്. അത് ഓരോ കാര്യങ്ങൾ അതിൻ്റേതായ സമയങ്ങളിൽ വചനത്തിൽ പറയുന്ന പോലെ ഒരു സമയമായ സമയങ്ങളിൽ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് കിട്ടുന്നുള്ളൂ. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു ഇതിൽ ഞങ്ങൾ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്ന പത്രങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 പ്രാവശ്യം ഞങ്ങൾക്ക് പത്രം കൊടുക്കാനൊരു ചെറിയ ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ടിയിൽ ടിപ്പറയിൽ ഇങ്ങനെ ലോഡ് തൊഴിലെടുക്കാൻ പോകുന്ന സമയത്ത് വണ്ടിയിൽ അത് വെച്ചുകൊണ്ട് പോകും. അവിടുന്ന് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് അങ്ങ് കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ ഈ 90 ദിവസത്തിനുള്ളിൽ ഈ പത്രമൊന്നും കൊടുത്ത് തീരില്ല. അപ്പോൾ ആദ്യത്തെ 182 ഉടമ്പടി കാലത്ത് ഞങ്ങളുടെ ഒരു കാര്യം സാധിക്കാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു, ഇത് നമ്മുടെ ഈ പ്രവൃത്തിയിൽ എന്തോ കാര്യം, മൊത്തത്തിലുള്ള പ്രവൃത്തിയിൽ എന്തോ ഉടമ്പടി പ്രവൃത്തിയിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ ഈ പത്രം ഇങ്ങനെ കൊടുത്താൽ പോരാന്ന് പറഞ്ഞു. 3ാമത്തെ ഉടമ്പടി എത്തിയപ്പോഴത്തേക്കും ഞാൻ ഉള്ളവരോട് പറഞ്ഞു, നമുക്ക് ഈ പരിപാടി പറ്റില്ല, നമുക്കെല്ലാ വീടുകളിലും കൂടി കയറി നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് തന്നെ ഈ പത്രം എല്ലാ ഭവനങ്ങളിലും കൂടെ കൊടുക്കാമെന്ന് പറയും. അതോടെ 3ാമത്തെ ഉടമ്പടിയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാ വീടുകളിലൂടെ കയറി നടന്ന് ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഒരു സൈറ്റിലേക്ക് പോയാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പുതുക്കുമ്പോൾ വേറൊരു സൈറ്റിലാണ്. അങ്ങനെ 3-4 പ്രാവശ്യം 3 സ്ഥലങ്ങളിലേക്കായിട്ട് ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞങ്ങളുടെ പ്രദേശത്ത് 2 വൃദ്ധസദനങ്ങളുണ്ട്. ഒരു വൃദ്ധസദനത്തിൽ ആണുങ്ങൾക്ക് കയറാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ അടിച്ചു വാരാനൊക്കെ മറ്റു കാര്യങ്ങൾക്ക് പറ്റുള്ളൂ. അവിടെ വൈഫും ഇവളും അവിടെ കൂട്ടുകാരെല്ലാം പോയി, ഞാനവിടെ കൊണ്ടുവിടും, അല്ലാതെ എനിക്ക് അവിടെയും ചെയ്യാൻ പറ്റില്ല. പിന്നെ 2ാമത്തെ വൃദ്ധസദനത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എന്നാന്ന് ചോദിച്ചാൽ തുണി അലക്കുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾ തുണി അലക്കി കൊടുക്കും. പിന്നെ അവർക്ക് ആഹാര സാധനങ്ങൾക്കൊക്കെ പൈസക്കൊക്കെ വളരെയേറെ ഇതുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ഞാൻ കാരുണ്യപ്രവൃത്തി, അതായത് ദശാംശം കൊടുക്കാൻ വേണ്ടിയായിട്ട് ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പം ഞാൻ ഇവളെ ഏൽപ്പിക്കും. അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകേണ്ട സമയത്ത് അവിടെ കൊടുക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചിലപ്പോൾ എന്നെ ഫോണൊക്കെ വിളിച്ച് ചിലർ ചോദിക്കും, ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് ചിലർ ഫോൺ വിളിച്ച് ഞങ്ങളോട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഞങ്ങളിങ്ങനെ ഒരു സഹായം ചെയ്യും. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് ഞാൻ ചോദിക്കും, ആരെങ്കിലും മരുന്ന് മേടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം കേട്ടോ. അങ്ങനെ വന്ന് ചോദിക്കുന്നവർക്കും മരുന്ന് മേടിക്കാനും ഞങ്ങൾ പൈസ കൊടുക്കും. പിന്നെ ചില വീടുകളിലൊക്കെ രോഗികളുണ്ടെന്ന് പറഞ്ഞ് എന്നെ അല്ലാതെ വിളിച്ച് പറയുമ്പം അവിടെയും ഞങ്ങൾ പോകും. അവിടെ പോയിട്ട് ഞങ്ങൾ കഴിയുന്നിടത്തോളം ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉള്ള സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറേ പേരോടെല്ലാം പറഞ്ഞു ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധ അമ്മ ഇവിടെ ഇടപെട്ട് നമുക്ക് നൽകുന്ന ഓരോ നന്മകളെക്കുറിച്ചും ഞാൻ അവരോട് പറഞ്ഞതിൻ്റെ പേരിൽ 3-4 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ 2-3 പേര് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞു, പെട്ടെന്നൊന്നും ചിലതൊന്നും നടക്കില്ല, അതിൻ്റെ സമയങ്ങളുണ്ട്, കാത്തിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോമിശിഹായ്ക്കും കോടാനുകോടി നന്ദി. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ 2023 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു ദിവസം ഒന്ന് ഒരുമിച്ചിരുന്ന് കുരിശ് വരച്ചാൽ പിന്നെ കുരിശ് ഒരുമിച്ച് വിരിക്കുന്നത് ഒരു 7 ദിവസം 8 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ഇല്ല. അതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തുറന്നു കിട്ടിയത്. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്, ജപമാല, കുരിശിൻ്റെ വഴി, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് വേണ്ട 1 മണിക്കൂറോളം പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഒരു 7-8 മണിക്കുള്ളിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഒരു 8-9 മണിക്കാണ് വരുന്നതെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു മടിയിൽ 9 മണി കഴിഞ്ഞാലും കുരിശ് വരയ്ക്കാതെ കിടക്കുന്ന ഒരു ഇതില്ല. 2 വർഷം ആയിട്ട് കുരിശ് വര മുടങ്ങിയിട്ടില്ല. സന്ധ്യപ്രാർത്ഥന ആരും മുടക്കരുത്. ജപമാല ചൊല്ലുമ്പോൾ
ജപമാല മുടക്കുകയേ ചെയ്യരുത്. ജപമാല ചൊല്ലുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ നമ്മൾ പിടിക്കുന്നു. ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈ പിടിക്കുന്നു. മാതാവിനെ വിട്ട് കളയാതിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. സന്തോഷം മാത്രമേ പിന്നീടുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നൊരു ഭവനമായി അവിടം തീരും. ഞാൻ ഒരു LKG കൊച്ചിൻ്റെ ഒരു ബോധത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. എൻ്റെ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയ അപസ്മാര രോഗം, അതിൻ്റെ മരുന്നുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ ഇനി കാണാത്ത ന്യൂറോളജിസ്റ്റുകളില്ല. പിന്നെ ഞങ്ങൾ ന്യൂറോളജിസ്റ്റുകളെ കാണുന്ന അങ്ങ് നിർത്തി. മരുന്നുകളുടെ മാത്രമാണ് പിന്നെ യാത്രയൊക്കെ ആയിരുന്നത്. അതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മ മാറ്റി തന്നത്. മരുന്ന് കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഈ ഉടമ്പടി പ്രാർത്ഥനകളും ഈ ഉടമ്പടി തൈലവും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള പത്രം കൊടുക്കാൻ പോകലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ദിവസം ഇറങ്ങിയാൽ 60 പത്രം 120 പത്രമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. മഴയാണേലും വെയിലായാലും ഇങ്ങനെ പോവും. വിശക്കുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുക, അവരോട് വർത്തമാനമൊക്കെ പറയും. ദേഷ്യപ്പെടുന്നവരുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ്, ചേട്ടാ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം, ധാരാളം അനുഗ്രഹങ്ങളാണ്. ചേട്ടന് ദേഷ്യപ്പെടുന്ന ചേട്ടന്മാരോട് പറയും, ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിലും ചേട്ടന് മാതാവിന് ഇഷ്ടമാണെന്ന് മോൻ കൊണ്ട് കാണുമ്പോഴേ എനിക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ എന്നെയും നോക്കി ചിരിക്കും. അപ്പോൾ ആ പത്രമൊക്കെ മേടിച്ച് വെക്കും. അങ്ങനെ ഒരുപാട് ധാരാളം അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് ഈ പത്രം കൊടുക്കുന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം അച്ചാച്ചയ്ക്ക് പറഞ്ഞതുപോലെ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ആ ഹിന്ദുക്കളുടെ വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവർ വഴക്കുണ്ടാക്കുമോ. ഞാൻ പറഞ്ഞു, നമുക്ക് ചിരിച്ചുകൊണ്ട് ഇടപെടാം അച്ചാച്ച, അപ്പോൾ അതൊക്കെ മാറും, ഇനി വഴക്ക് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോരാം എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ ഞങ്ങൾക്കുണ്ടായി. ഏറ്റവും വലിയ അനുഗ്രഹം മാതാവിന് ഞാൻ നന്ദി പറയുന്നത്, എൻ്റെ അസുഖങ്ങൾ മാറ്റി തന്നത്, LKG കുട്ടിയുടെ ബോധത്തിൽ നിന്നും ഒരു 5ാം ക്ലാസ്സുകാരിയുടെ ബോധത്തിലേക്ക് എന്നെ എത്തിച്ചതിന്, കുടുംബ പ്രാർത്ഥന മുടക്കാതെ കൊണ്ടുപോകാൻ അനുഗ്രഹിച്ചതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 100 കോടി നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എൻ്റെ മകൾ അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയോ അവിടെ ചെല്ലുമ്പോൾ ആദ്യം സാക്ഷ്യം പറയുമ്പോൾ പറയണം കേട്ടോ, ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ ഓടി വരുമെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ വീണ്ടും പറയുകയാണ്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിരിക്കുകയാണ്. നന്ദി എൻ്റെ അമ്മയ്ക്കും. എന്നെ ഇവിടെ എത്തിച്ച ആരോ പറഞ്ഞു ഓടി വന്നതാണ്, ഒന്നും അറിയത്തില്ലാതെ ഓടി വന്നതാണ്. എന്നാലും ഇപ്പോഴെനിക്കെല്ലാം ഒരുമാതിരി അറിയാൻ കഴിയുന്നു. എൻ്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 4:2 എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ തുള്ളിച്ചാടും. മനോജ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുടുംബത്തിന് ലഭിച്ച നന്മകളെ പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതൊക്കെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യമാണ്. 30 വർഷത്തിലേറെയായ അപസ്മാര രോഗം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയ നാൾ മുതൽ ക്ലേശമൊന്നും വരുത്താതെ ആരോഗ്യത്തിലും സമാധാനത്തിലും കുടുംബത്തെ നയിക്കുന്നത് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 34 വർഷത്തിലേറെയായി ഉള്ള ഒരു പാലത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഉടമ്പടിയെടുത്ത ഈ അടുത്ത നാളുകളിൽ അതിൻ്റെ ഫണ്ട് അനുവദിച്ച് ലഭിച്ചതിനെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 വർഷത്തിലേറെയായി മകളുടെ കാഴ്ചയ്ക്കുണ്ടായ തകരാറ്, കാഴ്ചക്കുറവ്, അത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ അത് മാറുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 30 വർഷത്തിലേറെ പഴക്കമുള്ള സ്കിൻ അലർജി, അത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ സൗഖ്യപ്പെട്ടതിനെക്കുറിച്ചും ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓരോന്നും ദീർഘമായ വർഷങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഉടമ്പടിയെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് അവയൊക്കെയും ഇവർക്ക് പരിഹാരമായി തീരുന്നതിനെയാണ് ഈ ഉടമ്പടിയിൽ ഇവർ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഹൃദയ കടികാരം നെഞ്ചിൽ ചാർത്തിയ പരിശുദ്ധമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അന്നു മുതൽ ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഞാൻ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ദീർഘനാളായി ഏതൊരു മേഖലയിൽ നിങ്ങൾ പ്രതിസന്ധിയും പ്രശ്നവും അനുഭവിക്കുന്നുവോ, രോഗദുരിതങ്ങളാൽ ക്ലേശിതരാകുന്നുവോ, ആ ഓരോ മേഖലകളുടെ മേലും എൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ദൈവകൃപയുടെ സാക്ഷികളാകുവാൻ നിങ്ങളെ സഹായിക്കുമെന്ന്.
6ാമത്തെ ഉടമ്പടി പുതുക്കി നിൽക്കുന്ന ഈ കുടുംബം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ തിരുസന്നിധിയിൽ നന്ദിയോടെ പറയുന്നതും ഞങ്ങളുടെ വിശ്വാസം വളർത്തുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ക്ലേശങ്ങൾ മാറ്റുന്നതിന് വേണ്ടി, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി അമ്മ മാതാവ് കുടുംബത്തിൽ സാന്നിധ്യമായി, സംരക്ഷണമായി, സഹായകയായി എപ്പോഴും കൂടെയുണ്ടായ അനുഭവങ്ങളെയാണ്. പ്രിയമുള്ളവരെ, ആ സഹോദരിയുടെ വാക്കുകളിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുവാൻ ഉടമ്പടിയിലൂടെ സാധിച്ചു വന്നത്. ഉടമ്പടി ജീവിതം നമ്മുടെ ആത്മീയ നവീകരണത്തിൻ്റെ ജീവിതമാണ്. നമ്മുടെ മുൻഗണനകൾ മാറ്റിമറിക്കുന്ന ജീവിതമാണ്. ഇന്ന് വരെ പലതിനു വേണ്ടിയും നമ്മൾ പരക്കമ്പാൻ ഓടുമ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും വേണ്ടതെന്താണോ, ഗൗരവമുള്ളതെന്താണോ, ആത്മാവിനെ സംരക്ഷിക്കുന്നതെന്താണോ അതിലേക്ക് ജീവിതത്തെ തിരികെ കൊണ്ടുവരുവാനും കൂടുതൽ കൃപയുള്ളവരായി ജീവിക്കുവാനും നമ്മളെ ഓരോരുത്തരെയും ഉടമ്പടിയിലൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങൾ ഉടമ്പടിയുടെ ഈ അമ്മ മാതാവിൻ്റെ കൃപാസനം പത്രിക ഓരോ ഇടത്തേക്കും ആദ്യം കൊണ്ടുപോകുമ്പോൾ മനസ്സിൽ ചമ്മലും നാണവുമൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് സന്തോഷത്തോടു കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് വായിക്കുമ്പോഴും ഇത് കയ്യിൽ സൂക്ഷിക്കുമ്പോഴും അനുഗ്രഹിക്കപ്പെടുമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ നേരെ മുഖം ചുവക്കുന്നവരോട് ചിരിച്ച് വർത്തമാനം പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുവെന്ന്, ദൈവകൃപയുടെ അടയാളങ്ങളായി ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഇവർ ലോകസമക്ഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നമ്മുടെ ഉടമ്പടി ജീവിതത്തെ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഒന്ന് പരിശോധന ചെയ്യുക. കുറേ കൂടി ആഴപ്പെട്ട് ഉടമ്പടിയിൽ ജീവിക്കുവാൻ, കുറേ കൂടി സ്നേഹത്തോടു കൂടി വിശ്വാസത്തെ ദൈവത്തിന് മുമ്പിലും മനുഷ്യ സമക്ഷവും പ്രഘോഷിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ രോഗങ്ങൾ സൗഖ്യപ്പെടും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.